ഇത്തവണ വാല്യൂഷൻ ഭയങ്കരമായിട്ടുള്ള പാടാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് മാർക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിടും. ഇത്തരത്തിൽ പ്രചരിക്കുന്ന അനാവശ്യ വാർത്തകളുടെ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് നമ്മൾ കീറി മുറിച്ച് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോവുകയാണ്. ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് സോഷ്യൽ മീഡിയകളിലെ നിരവധി വീഡിയോകൾ പല ചാനൽ വഴിയും പ്രചരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് ഒരു ചടങ്ങിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കെടുക്കുകയും അതിനുശേഷം കാലോചിതമായിട്ട് ഇത്തവണ വാല്യൂഷനിലും മാറ്റങ്ങൾ വരികയും എന്ന ഒരു കാഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിൽ നിന്നും ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഈ വർഷം ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ മറ്റ് സിലബസ് ഉൾപ്പെടെ മാറിയതുകൊണ്ട് വിദ്യാർത്ഥികളുടെ വാല്യൂഷനിലും നല്ല തരത്തിലുള്ള പരീക്ഷണം ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ മാർക്കെല്ലാം പിടിച്ചുകൊണ്ട് അവരുടെ A+കൾ കുറച്ചുകൊണ്ട് എന്തോ വലിയ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് തന്നെ വലിയൊരു തെറ്റ് ചെയ്ത പോലെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എന്താണ് മക്കളെ ഇതിന്റെ വാസ്തവം? നിങ്ങൾ മനസ്സിലാക്കാം, വാല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നു. അതായത് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ എന്ത് ചെയ്യാൻ 10ാം ക്ലാസ്സിൽ വാല്യൂഷൻ പിടിച്ചിരുത്തില്ല. +2 കൂടിയ ടോപ്പിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പേപ്പർ നോക്കാൻ പിടിച്ചിരുത്തില്ല. 10ാം ക്ലാസ്സിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചും ക്ലാസ് ടീച്ചർമാരായിട്ടും അധ്യാപകരായിട്ടും നിന്ന വിദ്യാർത്ഥികളുടെ മനസ്സും സിലബസും എല്ലാം അറിയാവുന്ന അധ്യാപകർ തന്നെയാണ് നിങ്ങളുടെ പേപ്പറുകളും വാല്യൂറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആദ്യം രക്ഷകർത്താക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പരീക്ഷ പേപ്പർ, ഇപ്പൊ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ആൻസർ ഹിന്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വന്നിരിക്കുന്നു. നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മാർക്കിന്റെ ആൻസറുമാണ്. ഇവിടെ എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് മാർക്ക് കുറയ്ക്കാൻ ഒരു അധ്യാപകന് പറ്റുന്നത്? കാരണം കൃത്യമായുള്ള ആ കുട്ടി ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും ഉണ്ട്. അതായത് നിങ്ങൾ ഇതുവരെയും അല്ലെങ്കിൽ ഈ 10 മാസത്തോളം പഠിച്ച നിങ്ങളുടെ പാഠപുസ്തകത്തിനകത്ത് നിന്ന് തന്നെയാണ് ഇതുവരെ ചോദിച്ചതെല്ലാം ആ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് നിങ്ങൾ അർഹതപ്പെട്ട ഉത്തരം എഴുതുകയാണ് എങ്കിൽ അതിൽ നിന്ന് മാർക്ക് കുറയ്ക്കാൻ ആർക്കാണ് ഇവിടെ അധികാരം? അങ്ങനെ ഇനി അഥവാ കുറച്ചാൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ ഇവിടെ റീവാല്യൂഷൻ ഉണ്ട്, സ്കൂണിറ്റി ഉണ്ട്, അതായത് സൂക്ഷ്മ പരിശോധനയുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പർ എടുത്ത് ഡയറക്റ്റ് വാല്യൂറ്റ് ചെയ്യാനുള്ള സിസ്റ്റം വരെയുണ്ട്. അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു അധ്യാപകൻ വാല്യൂറ്റ് ചെയ്ത് ഈ റീവാല്യൂഷനിലൂടെ വലിയ വ്യത്യാസം വരികയാണെങ്കിൽ ആ അധ്യാപകൻ പിഴ അടയ്ക്കാൻ വരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ചുമതലപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ള നമ്മുടെ സിസ്റ്റത്തിൽ ഈ വിദ്യാർത്ഥികളെ ചെറിയ വാചകങ്ങളൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇത്തവണ സിലബസും എല്ലാം മാറി, അതുകൊണ്ട് വാല്യൂഷന് ഭയങ്കര പാടായിരിക്കും. അതിന്റെ കമന്റുകളിൽ ഞാൻ കണ്ടതാണ്, SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷണ വസ്തുക്കളാണ് ഇത്തവണയും. അതായത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത അല്ലെങ്കിൽ HSS റിപ്പോർട്ടറോ അല്ലെങ്കിൽ അധ്യാപക സംഘടനകൾ പോലും നേരിട്ട് പറയാത്ത, വിദ്യാഭ്യാസ മന്ത്രി പോലും നേരിട്ട് സൂചിപ്പിക്കാത്ത കാര്യങ്ങളെ വായുവിൽ നിന്ന് ആവാഹിച്ച് അല്ലെങ്കിൽ എവിടെ നിന്നും എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പോലെ വിദ്യാർത്ഥികളെ പേടിപ്പിക്കുന്ന ഒരുപാട് പേർ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസറിൽ നിങ്ങൾ കോൺഫിഡന്റ് ഉണ്ട് എങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ അറിയാവുന്ന നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് പേപ്പർ നോക്കുന്നത്. അതായത് ഇന്ന കുട്ടിയെ ഞാൻ എന്തായാലും തോൽപ്പിക്കും, എൻ്റെ സ്കൂളിൽ മാത്രം വിജയമാണ്, അങ്ങനെ ഒന്നുമല്ല. അവർക്ക് നൽകിയിട്ടുള്ള ഒരു ചുമതലയാണ്. ആ ചുമതലയ്ക്ക് മുമ്പിൽ തന്നെ April 7 മുതൽ തുടങ്ങുന്ന വാല്യൂഷൻ ക്യാമ്പുകളിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം അധ്യാപകർക്ക് കൊടുക്കും. ആ മാർഗനിർദ്ദേശങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ ഈ സിലബസ് എല്ലാം മാറിയത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആ മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കണമെന്ന മൈൻഡ് സെറ്റുമായിട്ട് ആരും തന്നെ പേപ്പർ നോക്കുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആകുമ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്ന പരീക്ഷകളെ കൂടി അത് ബാധിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ വളരെ കൂളായിട്ട്, അതായത് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി ഫൈൻ എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ഇനിയുള്ള പരീക്ഷകളെയും അഭിമുഖീകരിക്കുക. അല്ലാതെ പ്രചരിക്കുന്ന വാർത്തകൾ, ഇതിനു മുമ്പ് പരീക്ഷ പാടാക്കും എന്ന കാഷ്വൽ ടോക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നടത്തിയത്, അതായത് സിലബസിന്റെ കാര്യം. അതിനുശേഷം അദ്ദേഹം മാറ്റി പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വാല്യൂഷൻ പാടാകും എന്ന ഒരു സൂചനയും ഊഹിച്ചെടുക്കാനുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ അധ്യാപകരും ഈ കാണുന്ന അധ്യാപകരുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഇത്തരത്തിൽ ആശങ്കയിലാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കൺവേ ചെയ്താൽ തീരാവുന്ന പ്രശ്നം കൂടെയുള്ളൂ.
എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ തന്നെ ജസ്റ്റ് ഹോണസ്റ്റ് ആയിട്ട് ചോദിക്കുക. ചിലരൊക്കെ പാടാക്കുമെന്ന് പറയുന്നത് നിങ്ങൾ നല്ല വൃത്തിയെ പരീക്ഷ കൂടുതൽ പഠിച്ച് എഴുതാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക.